ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. UDF ചെറുപുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. മൊയ്തു മൈലവി മക്കിയാട് സ്വാഗതം ആശംസിച്ചു. ഒരു നേതൃത്വം കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടണമെന്ന അഭിനിവേശത്തോടു കൂടിയുള്ള ഒരു ജനസഞ്ചയത്തെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നാം കാണുന്നത്. കേരളത്തിൽ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയും LDFും ഒക്കെ മാറി മാറി ഭരണങ്ങളിൽ ഏറിയിട്ടുണ്ട്. അക്കാലങ്ങളിലൊന്നുമില്ലാത്തൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉടലെടുത്തത് നമുക്കേറെ ചർച്ച ചെയ്യേണ്ടാത്ത വിധം എല്ലാവരെയും ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും. ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗതഭാഷകൻ സൂചിപ്പിച്ച പോലെ പല ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷെ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ വിശേഷിച്ച് കോൺഗ്രസിനകത്താണ് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. 100% അത് പരിഹരിച്ചുവെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പിൻവലിക്കുന്ന ദിവസത്തിനുള്ളിൽ അവശേഷിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ആ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നേറും. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം മുമ്പ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരുന്ന ആളിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയെ അതിനകത്ത് വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വെച്ച ഒരു കേന്ദ്രമന്ത്രി അമിത്ഷായാണ്. നിരവധി വർഷക്കാലം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത 2 നേതാക്കന്മാർ ഗുജറാത്തിൽ നിന്ന് പലായനം ചെയ്ത് ഡൽഹിയിലേക്ക് വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപവും ഭാവവും ചട്ടവും ഒക്കെ മാറ്റി ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ കയ്യിലെ ഒരു കളിപ്പാവയാക്കി മാറ്റി. അതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. സംസാരിക്കുന്ന തെളിവുകളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയുമായി കർണാടകയിലെ മഹാദേവപുരയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര, ഹരിയാനയായി ബീഹാറായി, ചുരുക്കി പറഞ്ഞാൽ അതാ കേരളത്തിലേക്ക് അത് വരാൻ പോകുന്നു. രാജസ്ഥാൻ, ബംഗാൾ, തമിഴ്നാട്, കേരളമടക്കം മുഴുവൻ സംസ്ഥാനങ്ങളിലും SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, തീവ്ര വോട്ടർ പട്ടിക പരിശോധന, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കാനാണ്. ഞങ്ങൾ എല്ലാവരും ഇന്നലെ ഏറ്റുമുടുക്കെ പോയി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാൻ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ജോലി കൃത്യമായി നിർവഹിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാനസിക സംഘർഷം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഈ SIR അത് പരിശോധിക്കാൻ പോകുമ്പോൾ BLOമാരോട് പറഞ്ഞിട്ടുണ്ട്, അംഗീകൃതമായ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ ഏജന്റന്മാരെയും BLOമാരെയും കൂടെ കൂട്ടണം. ആരുടെയൊക്കെ വോട്ടുകളെ വെട്ടിക്കളയുന്നത്, ഏതൊക്കെ മരിച്ചവരെയാണ് ജീവിച്ചിരിക്കുന്നവരാക്കുന്നത്, അതൊക്കെ അറിയാനുള്ള അവകാശം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമില്ലേ? ജനാധിപത്യം ആ വോട്ടർ പട്ടിക പുതുക്കാനുള്ള നടപടിക്രമങ്ങളിൽ BLO അനീഷ് ജോർജ് ഞങ്ങളുടെ ഏജന്റിനെ മാത്രം കൂട്ടിയാൽ മതി, കോൺഗ്രസിന്റെ ഏജന്റ്മാരെ കൂട്ടാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കെ, ഈ പോകുന്ന BLO ഏത് പാർട്ടിക്കാരനോ ആകട്ടെ, അവർക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം? കഴിഞ്ഞ കാലത്ത് വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുന്നത് അംഗനവാടി ടീച്ചർമാരാണ് നടത്തിയത്, ആശാ വർക്കർമാരാണ് നടത്തിയത്. ഇത്തവണ സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരെയാണ് ഏൽപ്പിച്ചത്. ആ ജീവനക്കാർക്ക് വീടുകളിൽ എത്ര വോട്ടുണ്ടെന്നോ വീട് ഏതാണെന്നോ ഈ പറയപ്പെടുന്ന വോട്ടർ പട്ടികയിലെ വീട് കണ്ടുപിടിക്കാനോ കഴിയുന്നില്ല. അതറിയാവുന്നവരാരാണ്? രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഏജന്റന്മാരെ കൊണ്ടുപോകാൻ പറ്റില്ല.
എന്ന് കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് പാർട്ടി പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ പോലെ കർണാടക ഷജീർ ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കൃഷ്ണൻ മാസ്റ്റർ, കേരള കോൺഗ്രസ് ഹൈപ്പവർ കമ്മിറ്റി അംഗം ജോസഫ് മുള്ളമ്മട, മഹേഷ് കുന്നുമ്മൽ, ഷാജഹാൻ പ്ലാക്കൽ, മനോജ് വടക്കേൽ, കെ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. UDF നേതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കൺവെൻഷനിൽ പങ്കെടുത്തു. നല്ല രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്തിലെ മെമ്പറും പോയതിനു ശേഷം രാഷ്ട്രീയ രംഗത്ത് സജീവമല്ലാതിരിക്കുകയും സീറ്റാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒക്കെ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുപോലെ കുടുംബശ്രീ രംഗങ്ങളിലും പള്ളികളുടെ നേതാണ്. വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബം. രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ ജനകീയനായി പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്ക് വിധനായ 14-ാം വാർഡിൽ മത്സരിക്കുന്ന ഷീജ ബീവിയാണ്. കയറി ഇറങ്ങി ഏതാണ്ട് 1-ാം റൗണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. എല്ലാ മേഖലയിലും നേതാവാണ്, തൊഴിലാളി യൂണിയന്റെ നേതാവാണ്, പഞ്ചായത്ത് മെമ്പർ തന്നെ. ബ്ലോക്ക് പഞ്ചായത്തിൽ ഉള്ളത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് നമ്മളൊരു കൈ നോക്കുന്നുണ്ട്. നിങ്ങൾ വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, iPhone and Android collections, iPhone, iPad service specialist, smartphone and laptop services. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻറ്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.